കേരളത്തിൽ വളരെ സാധാരണയായി ഇപ്പോൾ കാണുന്ന ഒരു ക്യാൻസറാണ് ആമാശയത്തിൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ ഗാസ്ട്രിക് ക്യാൻസർ. ഇന്നത്തെ വിഷയം ഗാസ്ട്രിക് ക്യാൻസറിനെ മനസ്സിലാക്കുക, അറിയുക, ചെറുക്കുക, തോൽപ്പിക്കുക. ഞാൻ ഡോക്ടർ ആൻഡ്രൂസ്, പ്രൊഫസർ മെഡിസിൻ, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്. ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. എന്താണ് ഗാസ്ട്രിക് ക്യാൻസർ? സാവധാനത്തിൽ വളരുന്ന ഒരു ക്യാൻസറാണ്. ഇതാണ് നമ്മുടെ അന്നനാളം, വായിൽ നിന്നുള്ള ഭക്ഷണം കൊണ്ടുവരുന്ന കുഴലാണ്. ഇത് വികസിച്ച് കാണുന്ന ഈ പോർഷനാണ് നമ്മൾ ആമാശയം അഥവാ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ഇത് പിന്നീട് ചെറുകുടലായി രൂപാന്തരപ്പെട്ട് ഇതിൽ ഈ ആമാശയത്തിൻ്റെ ആവരണത്തിൽ, ഉള്ളിലെ ആവരണത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു മുഴ സാവധാനത്തിൽ വളർന്ന് പ്രശ്നമാകുന്നതാണ് ഗാസ്ട്രിക് ക്യാൻസർ. ഇത് ആമാശയത്തിൻ്റെ ഏത് ഭാഗത്തും വരാം. സാധാരണ കാണുന്ന ഒരു ഭാഗമാണ് ഗാസ്ട്രോ ഈസഫാജൽ ജംഗ്ഷൻ എന്ന് പറയും. അതായത് സ്റ്റൊമക്കിനും അല്ലെങ്കിൽ ആമാശയത്തിനും അന്നനാളത്തിനും ആരംഭത്തിൽ കാണുന്ന ഈ പോർഷൻ. ഇവിടെ ഉണ്ടാകുന്ന മുഴ പലപ്പോഴും സങ്കീർണമാണ്. കാരണം പല ആന്തരിക അവയവങ്ങളും ഇവിടെയും വളരെ സമീപത്താണ്. ആയതിനാൽ ഇത് പല കോംപ്ലിക്കേഷനിലേക്കും ചെല്ലാറുണ്ട്. അപ്പം ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗാസ്ട്രിക് ക്യാൻസറിൻ്റെ സ്ഥിതി എന്ന് നോക്കാം. ഇന്ത്യയിലെ 5 ക്യാൻസറുകളിൽ എടുത്താൽ അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട 5 ക്യാൻസറുകളിൽ ഒന്നാണ് ഗാസ്ട്രിക് ക്യാൻസർ. ഇത് സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലായി മണിപ്പൂർ മുതലായ സ്ഥലങ്ങളിലും ഇത് സാധാരണയേക്കാൾ കൂടുതലായി കാണുന്നുണ്ട്. മിസോറാമിലാണ് ഏറ്റവും കൂടുതൽ ഗാസ്ട്രിക് ക്യാൻസർ കാണുന്നത്. നമ്മുടെ നഗരപ്രദേശങ്ങളിൽ ഗാസ്ട്രിക് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഗാസ്ട്രിക് ക്യാൻസറുകൾ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംഖ്യകൾ നമ്മളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ബുദ്ധിപൂർവ്വം ഈ ക്യാൻസറിനെ പോരാടാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അർബൻ, അതായത് പട്ടണ പ്രദേശങ്ങളിലാണ് ഗാസ്ട്രിക് ക്യാൻസർ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. ഇത് ലൈഫ് സ്റ്റൈലിൻ്റെയും മറ്റു കാരണങ്ങളാലാകാം. മരണകാരണങ്ങളിൽ 4ാം സ്ഥാനമാണ് ഗാസ്ട്രിക് ക്യാൻസറിനുള്ളത്. ഓരോ വർഷവും ഏതാണ്ട് 1 മില്യൺ ആൾക്കാർക്കാണ് ഗാസ്ട്രിക് ക്യാൻസർ കണ്ടെത്തുന്നത്. ഇത് പുരുഷന്മാരിലാണ് സ്ത്രീകളേക്കാൾ കൂടുതൽ. ഈ സ്ഥിതിവിവര കണക്കുകൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. പക്ഷേ ഇതറിയുന്നത് അല്ലെങ്കിൽ അവബോധം പ്രതിരോധത്തിലേക്കുള്ള ആദ്യപടിയാണ്. ആയതിനാലാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇനി ഈ ഗാസ്ട്രിക് ക്യാൻസർ എന്ന് പറയുന്ന ഒറ്റ അസുഖമല്ല. ഇത് പല വിഭാഗങ്ങളിലുള്ള ആമാശയത്തിലെ വളർച്ചകളാണ്. ഇതിൽ സാധാരണയായി കാണുന്ന ഒന്ന് അഡിനോ കാഴ്സിനോമ എന്ന് പറയും. രണ്ടാമത്തത് ഈ സ്ക്വാമസ് സെൽ കാഴ്സിനോമ. പിന്നെ ലിംഫോമ, ചിലതരത്തിലുള്ള ഈ ലിംഫോമ ആമാശയത്തിലുണ്ടാകാം. പിന്നെ ലിയോമയോസാർക്കോമ, അതായത് ഈ ആമാശയത്തിൻ്റെ മസിലുകളിൽ നിന്നുണ്ടാകുന്ന മുഴ. പിന്നെ ജിസ്റ്റ് എന്നൊരു പ്രത്യേകതരം മുഴയുണ്ട്. ഗാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സ്ട്രോമൽ ട്യൂമർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ജിസ്റ്റ്. അപ്പം ഗാസ്ട്രിക് കാഴ്സിനോമ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിച്ച് കഴിയുമ്പോൾ അതിലെ കോശങ്ങൾ, ഏത് കോശങ്ങളിൽ നിന്നാണോ വളർച്ച ഉണ്ടായത് അതനുസരിച്ച് വിവിധ തരങ്ങളായിട്ട് ഇവയെ തരംതിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ എങ്ങനെയാണ് ഗാസ്ട്രിക് ക്യാൻസർ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഈ സെല്ലുകൾക്ക് വ്യത്യാസം വന്ന് അത് മുഴയായിത്തീരുന്നതിനെപ്പറ്റി സംസാരിച്ചു. കൂടുതൽ അറിയുന്നതിന് വേണ്ടി ആ വീഡിയോ കാണാവുന്നതാണ്. ഇനി ആർക്കൊക്കെയാണ് അപകട സാധ്യത കൂടുതൽ? ഞാൻ നേരത്തെ പറഞ്ഞു, പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ ഇതിന് ചാൻസ് കൂടുതൽ. പലപ്പോഴും ഇതിനെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. അതിന് കാരണം പുകവലി, മദ്യപാനം, ഏത് തരത്തിലുള്ള പുകയില ഉൽപ്പന്നങ്ങളും ഗാസ്ട്രിക് ക്യാൻസർ കൂടാനായിട്ട് സാധ്യതയുണ്ടാക്കുന്നതാണ്. മദ്യപാനവും ഇതിനൊരു കാരണമാണ്. നമുക്കെല്ലാവർക്കും ഉപ്പിലിട്ട ഭക്ഷണം അല്ലെങ്കിൽ ഉപ്പ് കൂടിയ ഭക്ഷണം, പുകച്ച ഭക്ഷണങ്ങൾ, അച്ചാറിട്ടത് ഒക്കെ ഇഷ്ടമുള്ള സാധനങ്ങളാണ്.
ഇതിൻ്റെ അമിതമായ ഉപയോഗവും ഗ്യാസ്ട്രിക് ക്യാൻസറിന് കാരണമാകുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീടുള്ള ഒരു പ്രധാന കാര്യമാണ് എച്ച് പൈലോറി എന്ന ഒരു അണുബാധ. ഇത് നമ്മൾ ആമാശയത്തിലെ അൾസറിനൊക്കെ കാരണമാകുന്ന ഒരു അണുബാധയാണ്. ഇത് ഉള്ളവർക്ക് ഗ്യാസ്ട്രിക് ക്യാൻസറിൻ്റെ സാധ്യത കൂടുതലാണ്. പിന്നീടുള്ളത് വീട്ടിൽ ആർക്കെങ്കിലും അടുത്ത ബന്ധുക്കൾക്ക് ഈ ആമാശയ ക്യാൻസർ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ക്യാൻസറിൻ്റെ ചരിത്രം കുടുംബത്തിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്ക് ഗ്യാസ്ട്രിക് ക്യാൻസറിൻ്റെ സാധ്യതയുണ്ട്. വിട്ടുമാറാത്ത ഗ്യാസ്ട്രൈറ്റിസ്, വയറ്റിലെ പുണ്ണ് അല്ലെങ്കിൽ അൾസർ, അമിതമായ വണ്ണം, ചില ജനിതക അവസ്ഥകൾ എന്നിവയും ഗ്യാസ്ട്രിക് ക്യാൻസറിന് ഉള്ള അപകട സാധ്യത കൂട്ടുന്നുണ്ട്. ആരോഗ്യം ഒരു വലിയ സമ്പത്താണ്. ഈ അപകട ഘടകങ്ങൾ, അതായത് ജീവിത സ്റ്റൈലിലെ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് അതിനെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഇതിൻ്റെ അപകടങ്ങൾ പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ ഇത് പ്രായമായവർക്കാണ്, ഒരു 50-55 വയസ്സ് കഴിയുമ്പോഴാണ് സാധാരണ കാണുന്നത്. പക്ഷേ ഈയിടെയായിട്ട് കുറഞ്ഞ പ്രായക്കാരിലും ഈ അസുഖം കാണുന്നുണ്ട്. പുരുഷന്മാർക്കാണ് ഇത് കൂടുതൽ കാണുക. ഹെലിക്കോബാക്ടർ അല്ലെങ്കിൽ അണുബാധയുടെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഡയറ്റ്, ഉപ്പിലിട്ട ഭക്ഷണം, പുകച്ച ഭക്ഷണങ്ങൾ, ഇതെല്ലാം ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. പിന്നെ കുടുംബത്തിലെ പശ്ചാത്തലം, പുകയില ഉൽപ്പന്നങ്ങൾ ഏത് രീതിയിലുള്ള ഉപയോഗവും, മദ്യം, പിന്നെ അമിതവണ്ണം, ഇതൊക്കെയാണ് ഗ്യാസ്ട്രിക് ക്യാൻസറിൻ്റെ സാധാരണ അപകട കാരണങ്ങൾ. ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നോക്കാം. എവിടെയാണോ ഈ വളർച്ച ഉണ്ടാകുന്നത് എന്നതിനെ അനുസരിച്ച് ലക്ഷണങ്ങൾക്ക് വ്യത്യാസം വരാം. പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, ആദ്യ ഘട്ടത്തിൽ ഗ്യാസ്ട്രിക് ക്യാൻസറിന് ലക്ഷണങ്ങളൊന്നുമില്ലായിരിക്കും, വളരെ നേരിയ മാത്രമേ ഉള്ളൂ. ആയതിനാൽ പലപ്പോഴും ചെറിയ വിഷമങ്ങളായിട്ട് വരുന്നത് ഇതിനെ അവഗണിക്കുകയും വളരെ കോംപ്ലിക്കേറ്റഡ് ആയി കഴിയുമ്പോൾ മാത്രമേ കണ്ടെത്താൻ സാധിക്കാറുള്ളൂ. ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്കറിയാം, ഈ സ്റ്റൊമക്ക് എന്ന് പറയുന്ന അവയവം അല്ലെങ്കിൽ നമ്മുടെ ആമാശയം വളരെ വികസിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പോൾ അതിനകത്തൊരു ചെറിയ വളർച്ച വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ശ്രദ്ധയിൽപ്പെടില്ല. ഒരു നല്ല രീതിയിൽ അത് വളരുകയും മറ്റ് അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ പലപ്പോഴും സിംറ്റംസ് കാണാറുള്ളൂ. ദഹനക്കേട്, വയറ് വീർക്കുക, വിശപ്പില്ലായ്മ, ഓക്കാനം അല്ലെങ്കിൽ ഛർദി, ഇതൊക്കെയാണ് സാധാരണ ലക്ഷണം. പിന്നെ ഞാൻ പറഞ്ഞു ഗാസ്ട്രോ ഈസോഫാജിയൽ ജംഗ്ഷനിലാണെങ്കിൽ അത് ഭക്ഷണത്തിന് ഇറങ്ങി വരുന്ന വഴിയിൽ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് ഓക്കാനം, ഛർദിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ വിശദീകരിക്കാനാകാത്ത ശരീരഭാരം കുറയുക, അതായത് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കാതെ തന്നെ വെയിറ്റ് കുറയുക, ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള വയറുവേദന, ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, കറുത്ത നിറത്തിൽ മലം പോവുക, ഇത് ഈ ആമാശയത്തിൽ നിന്നുള്ള രക്തം വാർന്ന് അതിനുള്ള ചേഞ്ച് വരുമ്പോഴാണ് മലത്തിൽ അതിൻ്റെ കളറ് മാറുക. ചില ആൾക്കാർക്ക് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞ് അത് അനീമിയ, നമ്മൾ പാലർ എന്ന് പറയും, അല്ലെങ്കിൽ അനീമിയ ആയിട്ടും കാണാറുണ്ട്. അപ്പം സിംറ്റംസ് ഞാൻ പറഞ്ഞു, അതൊന്നുകൂടി ആവർത്തിക്കാം. ഒന്ന്, ക്ഷീണം, ആഹാരത്തിലെ ദഹനക്കുറവ്, വയറ് വീർക്കുക, ചിലർക്ക് മലത്തിൽ കറുത്ത നിറത്തിൽ മലം പോവുക, അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, ഫീലിംഗ് ഫുൾനെസ് ഓഫ് ദ സ്റ്റൊമക്ക്, അതായത് ഭക്ഷണം കഴിച്ച ഉടനെ വയറ് വീർത്ത് വരിക. വളരെ അപൂർവമായിട്ട് ചിലർക്ക് മഞ്ഞപ്പിത്തമൊക്കെ ആയിട്ട് വരാം, അത് കോംപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടാണ്. ഇങ്ങനെ പല രീതിയിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണാം. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ രോഗലക്ഷണങ്ങളാണെങ്കിൽ അതിനെ അവഗണിക്കരുത്. നേരത്തെയുള്ള രോഗനിർണയം ജീവനെ രക്ഷിക്കും. ഇനി ഇതെങ്ങനെയാണ് രോഗം നിർണ്ണയിക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് എൻഡോസ്കോപ്പിയാണ്. ഒരു ക്യാമറ ഉള്ള കുഴൽ വായിലൂടെ അന്നനാളം വഴി ആമാശയത്തിലേക്ക് പ്രവേശിപ്പിച്ച് ആമാശയത്തെ പരിശോധിക്കുക, അതിനാണ് നമ്മൾ എൻഡോസ്കോപ്പി എന്ന് പറയുക. അതോടൊപ്പം തന്നെ ബയോപ്സി എടുക്കാൻ സാധിക്കും. പരിശോധനയ്ക്കായിട്ടൊരു ചെറിയ സാമ്പിൾ എടുക്കുന്നു. പിന്നെ ഇത് എവിടെയെങ്കിലും മറ്റ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗത്തേക്ക് വ്യാപിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനായിട്ട്
CT സ്കാനുണ്ട്, പെറ്റ് സ്കാനുണ്ട്, അതുപോലെയുള്ള സ്കാനിങ് ടെസ്റ്റുകളുണ്ട്. പിന്നെ രക്തപരിശോധനകൾ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ്, അങ്ങനെ പല മറ്റ് പരിശോധനകളും ചെയ്യാറുണ്ട്. ഈ കാണിക്കുന്നതാണ് എൻഡോസ്കോപ്പ്. ഇത് വായിലൂടെ അന്നനാളം വഴി നമ്മുടെ ആമാശയത്തിൽ പ്രവേശിച്ച് ഒരു ക്യാമറ പോലെ ഇത് പരിശോധിക്കാനും അതോടൊപ്പം തന്നെ സാമ്പിൾ എടുക്കാനും സാധിക്കും. എൻഡോസ്കോപ്പിൻ്റെ പിക്ചറാണ്. ഇനി എന്താണ് ചികിത്സ? ഈ സ്റ്റൊമക്കിൻ്റെ ക്യാൻസർ ഏത് ക്യാൻസർ പോലെയും നമ്മൾ പല സ്റ്റേജുകളായിട്ടാണ് തിരിക്കുക. സാധാരണഗതിയിൽ 4 സ്റ്റേജാണ്. സ്റ്റേജ് അനുസരിച്ച് ചികിത്സ വ്യത്യാസമുണ്ട്. ചില ആൾക്കാർക്ക് ചെറിയ മുഴയോ മറ്റോ ആണെങ്കിൽ നമുക്ക് ആ പോർഷൻ, സ്റ്റൊമക്കിൻ്റെ ആ പോർഷൻ എടുത്ത് കളയുക, നമ്മൾ ഗാസ്ട്രക്ടമി എന്ന് പറയും. മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ചികിത്സ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഓപ്പറേഷന് മുമ്പ് കീമോതെറാപ്പി കൊടുക്കും, ചിലപ്പോൾ ഓപ്പറേഷന് ശേഷമായിരിക്കും കീമോതെറാപ്പി. ഇനി ചില കേസുകളിൽ റേഡിയേഷൻ മൂലം ഈ ഭാഗം കരിച്ചു കളയാൻ സാധിക്കും. പിന്നെ ടാർഗറ്റഡ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് ഉദ്ദേശിച്ചാൽ നമ്മുടെ ബോഡിയുടെ റെസിസ്റ്റൻസിനെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചില മരുന്നുകൾ തന്ന് ഈ കോശങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പല രീതിയിൽ സ്റ്റേജുകളനുസരിച്ചും തരമനുസരിച്ചും, ഞാൻ പറഞ്ഞില്ല പലതരത്തിലുള്ള ഗാസ്ട്രിക് ക്യാൻസറുണ്ട്, തരമനുസരിച്ചും ചികിത്സയിൽ വ്യത്യാസങ്ങളുണ്ട്. ആദ്യകാല ചികിത്സയ്ക്ക് ശേഷം ഇന്ന് പലരും ദീർഘവും ആരോഗ്യകരമായ ജീവിതം 10-15 വർഷം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ആയതിനാൽ പ്രതീക്ഷ ഭയത്തേക്കാൾ ശക്തമാണ്. അപ്പോൾ പ്രതീക്ഷയാണ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിത് തടയാൻ സാധിക്കുമോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും നമുക്ക് തടയാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് H. pylori അണുബാധയെ ചികിത്സിക്കുക എന്നുള്ളതാണ്. പിന്നെ പഴവും പച്ചക്കറികളും അടങ്ങി ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. പുകവലി, ഉപ്പിലിട്ടത്, പുകച്ചത് മുതലായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പുകവലി നിശേഷം നിർത്തുക. മദ്യം ത്യജിക്കുക അല്ലെങ്കിൽ പരിമിതപ്പെടുത്തുക. അപകട ഘടകങ്ങളുണ്ടെങ്കിൽ പരിശോധനകൾ നടത്തുക. പിന്നെ സാധാരണ പറയുന്ന പോലെ 1 ഔൺസ് പ്രതിരോധം 1 പൗണ്ട് ചികിത്സയേക്കാൾ വിലയുള്ളതാണ്. അപ്പോൾ പ്രതിരോധമാണ് പ്രധാനപ്പെട്ടത്. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗം കുറയ്ക്കേണ്ട ചില ഭക്ഷണങ്ങളാണ്. മാംസം, അപ്പോൾ ആഹാരത്തിൽ വ്യതിയാനങ്ങൾ വരുത്തി സമീകൃതമായ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ യഥാർത്ഥ പ്രതീക്ഷ മെച്ചപ്പെട്ട അവബോധം കൊണ്ടും നേരത്തെയുള്ള കണ്ടെത്തലിനാലും അതിജീവനത്തെ അല്ലെങ്കിൽ അതിൻ്റെ നിരക്കിനെ മെച്ചപ്പെടുത്താൻ സാധിക്കും. എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള മറ്റൊരവസരമാണ് ഇങ്ങനെയുള്ള അവബോധം. അപ്പോൾ ഇന്ന് നമുക്ക് വയറിൻ്റെ ആരോഗ്യം പരിപാലിക്കുന്നതിലൂടെയും മറ്റുള്ളവരെ അങ്ങനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും ജീവിതത്തിലൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുക. അപ്പം പ്രധാന സന്ദേശം: അപകട സാധ്യതയും ഘടകങ്ങളും ലക്ഷണങ്ങളും അറിയുക. തുടർച്ചയായ ദഹനക്കേട് അല്ലെങ്കിൽ ശരീരഭാരം കുറയിൽ അവഗണിക്കരുത്. നേരത്തെ വൈദ്യസഹായം തേടുക. അത് ജീവനെ രക്ഷിക്കും. പ്രതിരോധം നിങ്ങളുടെ കൈകളിലാണ്. ആരോഗ്യകരമായ ജീവിതം നയിക്കുക എന്നത് സുപ്രധാനവുമാണ്. നമുക്ക് അവബോധം പ്രചരിപ്പിക്കാം. ക്യാൻസർ നേരിടുന്നവരെ പിന്തുണയ്ക്കാം. ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള TV അവതാരകനായിരുന്നു. അദ്ദേഹത്തിന് ഗാസ്ട്രിക് ക്യാൻസർ ആയിരുന്നു. സ്റ്റുവർട്ട് സ്കോട്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രശസ്തമായ വാക്യമാണ്: നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, എന്തുകൊണ്ട് ജീവിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നതിലൂടെ നിങ്ങൾ ക്യാൻസറിനെ പരാജയപ്പെടുത്തുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാം. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. സ്റ്റേ ട്യൂൺ ഫോർ ഫർദർ വീഡിയോസ്. താങ്ക് യു.